നോക്കാം. അരുൺ ശങ്കർ ഇപ്പോൾ ഇന്ദിരാഭവനിലുണ്ട്. അരുൺ, നിലവിൽ ഇപ്പോൾ അതായത് നേരത്തെ അമല് സൂചിപ്പിച്ച പോലെ തന്നെ MLA-മാരുടെ തലയെണ്ണം എടുക്കുമ്പോൾ അങ്ങനെ എണ്ണി നോക്കുമ്പോൾ ആ പിന്തുണ KC വേണുഗോപാലിനാണ്. പക്ഷേ ജനം ഒരുപോലെ തെരുവിലേക്ക് ഇറങ്ങുന്നതും അല്ലെങ്കിൽ അവർ അത്രമാത്രം ആഗ്രഹിക്കുന്നതും നിലവിൽ VD സതീശന് ആണ് എന്ന തരത്തിലേക്ക് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള മറുപടികളൊക്കെ പല കോണുകളിൽ നിന്ന് അത് തെളിയിക്കാനാകുന്നുണ്ടോ? അത് നേതാക്കൾക്ക് മുൻപിൽ ഹൈക്കമാൻഡിന് മുന്നിലേക്ക് ആ കാര്യം ഹൈക്കമാൻഡ് എങ്ങനെയായിരിക്കും പരിഗണിക്കുക? അങ്ങനെ ഒരു സാധ്യത സതീശന് മുന്നിൽ തെളിയുന്നു. അല്ല, ഞാൻ പോകുന്നതിന് മുമ്പ് നിലപാട് പറഞ്ഞല്ലോ, അത് തന്നെയാണ്. അല്ല ഞാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്നോട് ചോദിച്ചല്ലോ, അത് തന്നെയാണ് നിലപാട്. പറഞ്ഞല്ലോ, ഞാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഹൈക്കമാൻഡിന്റെ ഭാഗമാണ്, വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, ലോക്സഭയിലെ ചീഫ് വിപ്പാണ്. അതുകൊണ്ട് ഹൈക്കമാൻഡിന്റെ തീരുമാനത്തോടൊപ്പമാണ് ഞാൻ പറഞ്ഞത്. ഹൈക്കമാൻഡിന് എന്താണോ തീരുമാനിക്കുന്നത് അതിനോടൊപ്പമാണെന്ന് പറഞ്ഞല്ലോ. അല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞു അതൊന്നും എനിക്കറിയില്ല. നിങ്ങൾ ഈ ചോദിക്കേണ്ട ചോദ്യങ്ങളെല്ലാം തന്നെ അവരോടാണ് ചോദിക്കേണ്ടത്. അവർക്ക് മാത്രമേ മറുപടി പറയാൻ കഴിയൂ. ഞങ്ങൾക്ക് ആർക്കും മറുപടി പറയാൻ കഴിയില്ല. അവർക്ക് ഈ നിരീക്ഷകരായി വന്നിരിക്കുന്നവർക്ക് മാത്രമേ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ അവരോട് ചോദിക്കുക, ഞങ്ങളോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഉത്തരവും കിട്ടാൻ പോകും. MLA-മാരുടെ പിന്തുണ മാത്രമാണോ പരിഗണിക്കുക? അല്ല, ഹൈക്കമാൻഡ് അതിലൊരു അഭിപ്രായം ഉണ്ടോ? ശരി, എന്തായാലും അദ്ദേഹം എന്താണോ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞത് അത് തന്നെയാണ് ഇങ്ങോട്ട് വരുമ്പോഴും പറയാനുള്ളത് എന്നുള്ളതാണ് കൊടിക്കുന്നിൽ പറയുന്നത്. ഹൈക്കമാൻഡ് അംഗമാണ് അദ്ദേഹം സ്വാഭാവികമായിട്ടും അത് ഇനി നിങ്ങൾ ഹൈക്കമാൻഡ് പ്രതിനിധികളോടാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടതെന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നു.